ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇഗ്നോയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ 2024 ജൂണിൽ നടക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ്റെ എക്സാം രജിസ്ട്രേഷൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എക്സാം എഴുതണമെങ്കിൽ അതിന് മുൻപ് നിർബന്ധമായിട്ട് നമ്മൾ എക്സാം ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യണം അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ എക്സാം രജിസ്ട്രേഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി തൊട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളുടെ ABC അക്കൗണ്ടിൻ്റെ ID കൊടുക്കണം. എങ്കിലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ 2024 ജൂണിൽ നടക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ്റെ എക്സാം രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈവനിങ് ആണ്, കുറച്ച് മുന്നേ ആയിട്ടാണ് എക്സാം രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 1 തീയതി തൊട്ട് മാർച്ച് 31 വരെയാണ് നിലവിൽ, ഒരു മാസം കാലാവധിയിലാണ് നിലവിലിപ്പോൾ എക്സാം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ലേറ്റ് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ. സോ ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ എക്സാം ഫീ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ തിയറി സബ്ജക്റ്റ് നമ്മൾ നോർമലി പോയി എഴുതുന്ന തിയറി സബ്ജക്റ്റിന് പെർ സബ്ജക്റ്റ് 200 രൂപയാണ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഫീ വരുന്നത്. പിന്നെ BCA MCA പോലുള്ള കോഴ്സുകളൊക്കെ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് 300 രൂപയാണ് പെർ സബ്ജക്റ്റ് എമൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രോജക്റ്റിനും സെപ്പറേറ്റ് ചാർജ് വരും. അപ്പോൾ ഇത് പ്രോജക്റ്റൊക്കെ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അതിനുള്ള രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീ വരും. നോർമലി ഇപ്പോൾ BA ഇംഗ്ലീഷ് BA സോഷ്യോളജി ഒക്കെ നോക്കിയാൽ അതിൽ കംപ്ലീറ്റ് ആയിട്ട് തിയറി സബ്ജക്റ്റുകളേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ പെർ സബ്ജക്റ്റ് 200 രൂപ മാത്രമേ വരുള്ളൂ. ഇനി അടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ, പലരും കരുതിയിട്ടുള്ളത് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റഡി സെൻറ്ററിൽ മാത്രമേ നമുക്ക് പോയിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് സ്റ്റഡി സെൻറ്ററിന് പുറമേ ഒരുപാട് എക്സാം സെൻറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് സെൻറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വരാനായിട്ട് ഏറ്റവും ദൂരം കുറവുള്ള സെൻറ്റർ വേണം നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. കാരണം രാവിലെ 9 മണിക്കൊക്കെ എക്സാമിന് അല്ലെങ്കിൽ പോയി എത്തി എഴുതാനൊക്കെ നിങ്ങൾക്ക് മേ ബി പാടായിരിക്കും ദൂരെയുള്ള സെൻറ്റർ എടുത്താൽ. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾക്ക് സ്റ്റഡി സെൻറ്ററിൽ തന്നെ ആയിരിക്കും എക്സാം എഴുതാനുള്ള ഓപ്ഷൻ കിട്ടുക, വേറെ സെൻറ്റേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റേഴ്സൊക്കെ കിട്ടാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ നോർമലി കഴിഞ്ഞ വർഷത്തെ രീതി വെച്ച് നോക്കിയാൽ ഓരോ ജില്ലയിലും ഒരു 2-3 എക്സാം സെൻറ്റേഴ്സ് കുറഞ്ഞത് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ധാരാളം എക്സാം സെൻറ്റേഴ്സാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള എക്സാം സെൻറ്റർ ആ ഒരു ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്ന് തൊട്ടാണ്, ഈ ഒരു മാർച്ച് 1 തീയതി തൊട്ടാണ് എക്സാം രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. പക്ഷേ നിങ്ങൾ ചാടിക്കയറി എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ട, ഒരു 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഈ സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡി ആയിട്ട് വരാനാണ് ഈ ഒരു 1-2 ദിവസം പറഞ്ഞത്. സോ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് പതിയെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, പ്രത്യേകിച്ച് കൊച്ചിൻ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാം സെൻറ്റേഴ്സൊക്കെ കഴിഞ്ഞ തവണ പെട്ടെന്നാണ് ഫില്ലായത്. ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളുടെ MBAയുടെ ഒക്കെ പെട്ടെന്നാണ് എക്സാം സെൻറ്റേഴ്സൊക്കെ ഫില്ലായത്. സോ നിങ്ങളുടെ വീടിനടുത്തുള്ള എക്സാം സെൻറ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളും എക്സാം ഫീ അടച്ച് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക കേട്ടോ. എങ്കിലേ അടുത്തുള്ള സെൻറ്റേഴ്സ് കിട്ടത്തുള്ളൂ. ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും മേ ബി സെൻറ്റർ കിട്ടി എന്നിരിക്കില്ല. സോ എല്ലാവരും ഈ ഒരു മാസം തന്നെ മാക്സിമം ഒരു 1-2 വീക്കിനുള്ളിൽ തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇൻഫോടെക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം ABC അക്കൗണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് മുൻപ് കഴിഞ്ഞ സെക്ഷനിൽ വരെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ABC അക്കൗണ്ട് മാൻഡറ്ററി അല്ലായിരുന്നു. പക്ഷേ ഇത്തവണ തൊട്ട് ABC അക്കൗണ്ടിൻ്റെ ID നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ
വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ട് ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും, ഒരു ID നമ്പർ കിട്ടും. ആ നമ്പർ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിലൊരു ABC അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്താൽ കറക്റ്റായിട്ട് ഇനി തൊട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ മാർക്കൊക്കെ ഈ ഒരു ABC അക്കൗണ്ടിലോട്ട് നിങ്ങളുടെ ക്രെഡിറ്റൊക്കെ ട്രാൻസ്ഫർ ആവത്തുള്ളൂ. സോ കറക്റ്റായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ABC ID കൊടുക്കുക. പിന്നെ പലർക്കും ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ വേണം അക്കൗണ്ട് എടുക്കാനായിട്ട്. എങ്കിലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ABC ID ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2024 ജൂണിൽ നടക്കുന്ന ടേമിൻ്റെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഈ മാസം തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇതിലിപ്പോൾ വേറെ ഒരിടത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ റിസൾട്ടുകളൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ഫെയിലായിട്ടുള്ള ചില സബ്ജക്റ്റുകളൊക്കെ ഫെയിലായിട്ടുള്ള കുട്ടികൾക്ക് റിവാലുവേഷൻ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇതിനോടൊപ്പം തന്നെ എക്സാം രജിസ്റ്റർ ചെയ്ത് ജൂണിൽ നടക്കുന്ന എക്സാം എഴുതാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ജൂണിൽ നടക്കുന്ന എക്സാംസ് ആർക്കൊക്കെ ഉള്ളതാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ജൂലൈ 2023 സെക്ഷനിൽ ഇയർ വൈസ് പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള കുട്ടികൾ, അതായത് BA ഇംഗ്ലീഷ്, BCom, BA സോഷ്യോളജി പോലെ ഇയർ വൈസ് എടുത്തിട്ടുള്ള കുട്ടികൾക്കും, അതുപോലെ 2024 ജനുവരിയിൽ സെമസ്റ്റർ വൈസ് MBA MCA BCA പോലുള്ള സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള കുട്ടികൾക്കുമാണ് ഈ ഒരു ജൂണിൽ നടക്കുന്ന എക്സാംസ് എഴുതാനായിട്ട് പറ്റുക. ഓൾസോ സപ്ലൈ എഴുതുന്ന കുട്ടികൾക്കും ഇതിനോടൊപ്പം തന്നെ എക്സാം രജിസ്റ്റർ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ക്ലിയർ ചെയ്യാനും രജിസ്ട്രേഷൻ ചെയ്യാനുമായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോ ഉടൻ തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.